കേട്ടവർക്കൊക്കെ മനസ്സിലാവും ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റാണ്. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലേ. എവിടുന്നാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്ര അധികം ബാധ്യത, കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ്. UDF ആണ് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക? ഒരു ചെലവ് കാണിക്കുമ്പോൾ വരവ് കാണിക്കണ്ടേ, സ്രോതസ്സ് കാണിക്കണ്ടേ, വിഭവ സമാഹരണം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താതെ പെരുമഴ, നിങ്ങൾക്കറിയാലോ, 1.5 മാസം അല്ല 1.5 വർഷത്തോളം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്ന് പെരും വെയിലും മഴയും കൊണ്ടിട്ട് ഒരു നയാ പൈസ കൂട്ടി കൊടുക്കാത്തവർ ഇപ്പം 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാഗ്ദാനങ്ങൾ, നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ വാഗ്ദാനങ്ങളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രായോഗികമായി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഈ ബജറ്റിലൂടെ വ്യക്തമാകുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ, കേരള സമൂഹത്തെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ ഉള്ള ഏർപ്പാട് മാത്രമാണ്. ഈ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക വഴി മൂന്നാം പിണറായി സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഇടത് സർക്കാരിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവാൻ സാധിക്കും. അല്ല, ഇത് ഇവരിപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇവർ കഴിഞ്ഞ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആയിരുന്നില്ലല്ലോ 10 കൊല്ലം ഭരിച്ചത്. 10 കൊല്ലം ഭരിച്ച ആളുകൾ 10 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും എന്ന് ഉറപ്പുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അവർ ചെയ്തില്ല, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അത് കേരള സമൂഹം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ബജറ്റോടുകൂടി ഇവരുടെ അവസാന ഘട്ടവും കഴിഞ്ഞു. ലീഗ് കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായോ? എന്താണ് അത്? ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. എത്ര സീറ്റുകളുടെ മത്സരിക്കുന്നത് അറിയണം. കാരണം കഴിഞ്ഞ കൂടി 27 സീറ്റായിരുന്നു. സ്റ്റാറ്റസ് കോ ആയിരിക്കും, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. കൂടുതൽ സീറ്റുകൾ ഉണ്ടാവുമോ? അല്ല, അതിൽ കൂടുതൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല. കേരളത്തിൽ 140 സീറ്റിൽ കൂടാത്തത് കൊണ്ട് ഓരോ ഘടകകക്ഷിക്കും കൂട്ടാൻ കഴിയുമോ എന്ന് UDF പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, UDFൽ ഘടകകക്ഷികൾ കൂടുകയാണ്. അസോസിയേറ്റഡ് കക്ഷികളും ഘടകകക്ഷികളും ഒക്കെ ഇനിയും ആളുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളവർ തന്നെ മിക്കവാറും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും എത്ര സീറ്റ് എന്നൊക്കെ വ്യക്തമായി പറയണമെങ്കിൽ ചർച്ച പൂർത്തിയാകും. 3-4 ദിവസം കൂടി തീരും. കളമശ്ശേരി പോലുള്ള മണ്ഡലങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ലീഗിന് പരാജയം ഉണ്ടാകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ ജയം തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. വെച്ച് മാറാൻ ഏതെങ്കിലും സീറ്റുമായി? അല്ല, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റെങ്കിലും അധികം കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അത് ജയിക്കാനുള്ള സാധ്യതയുണ്ടാകും. ചിലയിടത്ത് മുസ്ലിം ലീഗ് മത്സരിക്കുന്നിടത്ത് കോൺഗ്രസോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടാകും. അത് UDF മൊത്തത്തിൽ പരിശോധിച്ച് ഉഭയകക്ഷികളുടെ എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി, പൂർണ്ണ സമ്മതത്തോടു കൂടിയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അല്ല, ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പല സീറ്റുകളും അതിൽ ചർച്ചയിലുണ്ട്. തീരുമാനമായ ഉടനെ നിങ്ങൾ അറിയിക്കും. ജോസഫ് ഗ്രൂപ്പിന് വളരെയധികം സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതിനെ അവർ തള്ളുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് അത്രയും തന്നെ സീറ്റുകൾ മത്സരിക്കുന്നൊക്കെ അവർ അവകാശമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? മുന്നണിക്കുള്ളിൽ കല്ലുകടിയാകുമോ? ഒരു പ്രശ്നം മുന്നണിക്കുള്ളിൽ ഉണ്ടാവില്ല. ഇത്രയും ഐക്യത്തോടു കൂടി പോകുന്ന മുന്നണി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയില്ല.